നിലവിൽ ഇറാന്റെ പക്കൽ വലിയ അളവിൽ യുറേനിയം ശേഖരമുണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നൽകുന്ന വിവരം. ഇതിൽ 60% വരെ ശുദ്ധീകരിച്ച യുറേനിയം ഉൾപ്പെടുന്നു. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ 90% ശുദ്ധീകരണത്തിലേക്ക് എത്താൻ ഇറാന് ഇനിയും ദിവസങ്ങൾ മാത്രം മതി എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാന്റെ പക്കലുള്ള യുറേനിയം സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹം അജ്ഞരാണെന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് കാര്യങ്ങൾ ഇത്ര സങ്കീർണമാക്കുന്നതിന്റെ കാരണവും. 2022 ജൂണിൽ തങ്ങളുടെ ആണവ നിലയങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ ഇറാൻ ഓഫ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ പക്കൽ ഇപ്പോൾ കൃത്യമായി എത്ര യുറേനിയം ഉണ്ടെന്നോ അത് എവിടെയാണെന്നോ ഉള്ള കാര്യത്തിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷന് വ്യക്തമായ ധാരണയില്ല. ഈ അവ്യക്തത പരിഹരിക്കാൻ കഴിയാത്തതാണെന്ന് ഏജൻസി തന്നെ സമ്മതിക്കുന്നുമുണ്ട്. 2025 ജൂണിൽ ഇറാനിലെ ഫോർഡോ, നെതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തോടെ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർന്നു എന്നായിരുന്നു അന്നത്തെ അമേരിക്കൻ ഭരണകൂടം അവകാശപ്പെട്ടത്. എന്നാൽ പെന്റഗണിന്റെ തന്നെ വിലയിരുത്തലുകൾ പ്രകാരം ഈ പദ്ധതികളിൽ ചില പ്രതിസന്ധികൾ നേരിട്ടു എന്നതിനപ്പുറം അവയെ തകർക്കാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. ആക്രമണത്തിന് തൊട്ടു മുമ്പേ ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം ഭൂഗർഭ നിലയങ്ങളിലേക്ക് മാറ്റിയതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പിന്നീട് പുറത്തുവന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ്. ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരം മുഴുവനായി വിട്ടുകൊടുക്കണമെന്നും ആണവ പദ്ധതികൾ എന്നേക്കുമായി ഉപേക്ഷിക്കണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ യുറേനിയം മറ്റൊരു രാജ്യത്തിന് കൈമാറില്ലെന്നും അത് തങ്ങളുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നുമാണ് ഇറാന്റെ നിലപാട്. പകരം യുറേനിയം ശുദ്ധീകരണം താൽക്കാലികമായി നിർത്താമെന്നൊരു ഒത്തുതീർപ്പ് നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചെങ്കിലും അമേരിക്ക അത് തള്ളിക്കളഞ്ഞു.